ഈശോ തോമാശ്ലീഹായുടെ നിർബന്ധമാണ് അവന്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം, അല്ലെങ്കിൽ ആണിപ്പഴുതുകൾ കാണണം. ഇങ്ങനെയെല്ലാം കണ്ട് നിർബന്ധം പിടിക്കുന്ന തോമാശ്ലീഹായോട് പറയുന്നത്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. എന്താ അവിശ്വാസിയാകാതെ? അവിശ്വാസത്തിന്റെ അടയാളം എനിക്കത് കാണണം, അല്ലെങ്കിൽ ഈ ഈശോയുടെ മുറിവുകളെല്ലാം കാണണം. അങ്ങനെ കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ. ഇങ്ങനെയെല്ലാം കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ. ഇതേ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരും. എല്ലാ കാര്യങ്ങളും കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞെങ്കിലേ വിശ്വസിക്കുള്ളൂ. ഈ ഒരു മനോഭാവം തെറ്റാണ് എന്ന് തോമാശ്ലീഹായ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രണ്ടാമത്തതാണ് ഈ ശ്ലൈഹിക വിശ്വാസം. ശ്ലൈഹിക വിശ്വാസം എന്ന് പറയുന്നത് ആദ്യകാലത്തെ അപ്പസ്തോലന്മാര് കണ്ടറിഞ്ഞ വിശ്വാസമാണ്. 12 അപ്പസ്തോലന്മാരും യേശുവിനെ കണ്ടറിഞ്ഞവരാണ്, തൊട്ടറിഞ്ഞവരാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ വചനം. ഹല്ലേലൂയ. അപ്പൊ ഈ കണ്ടറിഞ്ഞ വിശ്വാസമാണ് തോമാശ്ലീഹ പിന്നീട് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതത്തില് പ്രഘോഷിക്കുന്നത്. ഈ കണ്ട് അറിഞ്ഞ, വ്യക്തിപരമായി അനുഭവിച്ച വിശ്വാസം, ഇത് ശ്ലൈഹിക വിശ്വാസമാണ്. നമ്മളിന്ന് ഈ ആദ്യകാലത്ത് അപ്പസ്തോലന്മാരുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ടറിഞ്ഞ വിശ്വാസത്തെ ഏറ്റുപ്രഘോഷിക്കുന്നവരാണ്. മൂന്നാമത്തെ വിശ്വാസമാണ് ഇന്നത്തെ സഭയുടെ വിശ്വാസം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നത് തോമാശ്ലീഹായും മറ്റ് അപ്പസ്തോലന്മാരും വിശുദ്ധരും അറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ണുകൂട്ടി വിശ്വസിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ടാണ് ഈശോ തോമാശ്ലീഹായോട് പറയുന്നത്, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. 3 തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഒന്നാമത്തത് ഈ അടയാളങ്ങൾ കണ്ടിട്ടുള്ള വിശ്വാസം. രണ്ടാമത്തത് ഈ ശ്ലൈഹിക അപ്പസ്തോലന്മാർക്ക് ലഭിച്ച വിശ്വാസം, നേരിട്ട് കണ്ടറിഞ്ഞ വിശ്വാസം. മൂന്നാമത്തത് അപ്പസ്തോലന്മാർ വഴി നൽകപ്പെട്ട വിശ്വാസത്തെ ഉറക്കെ പ്രഘോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് തോമാശ്ലീഹായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണ്ടറിഞ്ഞ, അനുഭവിച്ച വിശ്വാസത്തെ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നവരാണ്. തോമാശ്ലീഹ വഴി, അപ്പസ്തോലന്മാർ വഴി കണ്ടറിഞ്ഞ വിശ്വാസത്തെ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നവരായിത്തീരും. ഹല്ലേലൂയ. ശരി പറഞ്ഞ് ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറമായിട്ട് കൂടി ഇരിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ, വലിയൊരു അസ്വസ്ഥതയുടെ, വലിയൊരു ഞെരുക്കത്തിന്റെ മധ്യത്തിലായിരിക്കും കൂടി ആയിരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലായിരിക്കും, വലിയൊരു കഷ്ടപ്പാടിന്റെ വക്കിലായിരിക്കും, വലിയൊരു നിരാശയുടെ വക്കിലായിരിക്കാം. നിങ്ങൾ കാണാതെ വിശ്വസിച്ച് ശുശ്രൂഷയില് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഇടപെടുമെന്ന് കാണാതെ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആഴപ്പെട്ടെങ്കിൽ മാത്രമേ, ഇതെല്ലാം അടയാളങ്ങളൊക്കെ നടക്കുന്നത് ഉണ്ടത് കണ്ടെന്ന് വിശ്വസിച്ചെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലേ വിശ്വസിക്കുന്നുള്ളത് യഥാർത്ഥ വിശ്വാസമല്ല. അതിലുപരിയായിട്ട് നീ നേരിട്ട് കാണണമെന്നില്ല. അതിലുപരിയായിട്ട് ദൈവാനുഭവം കണ്ണും കൂട്ടി വിശ്വസിച്ച് പങ്കെടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിശ്വാസമായി തീരുന്നത്. ഹല്ലേലൂയ. ആ യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ യഥാർത്ഥ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഇതിന്റെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ കണ്ണും കൂട്ടി വിശ്വസിക്കുവാൻ, ദൈവത്തെ കണ്ണും കൂട്ടി വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിച്ച് ശക്തമായ ദൈവങ്ങളെ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം കാണുന്നത് യോദ്ധാവ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, ജീവിതത്തിന്റെ ഞെരുക്കങ്ങളെ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഇന്നും നമ്മൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച്, കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ, ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ ശക്തമായ അടയാളങ്ങൾ നൽകണമേ. ഉറച്ചു വിശ്വസിക്കുവാൻ അപ്പസ്തോലന്മാര് ഞങ്ങൾക്ക് പകർന്നു നൽകിയിരിക്കുന്ന, തോമാശ്ലീഹ ഞങ്ങൾക്ക് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് വ്യക്തിപരമായിട്ട് ഈശോയെ തൊട്ടറിഞ്ഞ ആ വിശ്വാസം തന്നെ ഇന്ന് ഉറക്കെ കാണാതെ
വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുമെന്ന രോഗാവസ്ഥയിലാണെങ്കിലും, ഞെരുക്കത്തിന്റെ കഷ്ടപ്പാടിന്റെ അവസ്ഥയിലാണെങ്കിലും, വലിയ തകർച്ചയിലാണെങ്കിലും ഉറച്ചു വിശ്വസിച്ച് യേശുവിന് ജീവിതത്തിൽ ഇടപെടാൻ കഴിയും, ദൈവത്തിന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാനും, ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഹൃദയം വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ അടയാളങ്ങളാൽ, ദൈവത്തിന്റെ ശക്തമായ അഭിഷേകത്താൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രതിസന്ധികളുടെ മേല്, എന്റെ ഞെരുക്കങ്ങളുടെ മേല്, എന്റെ കഷ്ടപ്പാടുകളുടെ മേല്, എന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുടെ മേല്, എന്റെ അസ്വസ്ഥതകളുടെ മേല്, എല്ലാ പ്രയാസങ്ങളുടെ മേല്, ഞെരുക്കങ്ങളുടെ മേല് ദൈവം ഇടപെടുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ആ ലൂക്ക 1:37, ജെറമ്യ 32:27, ജെറമ്യ 32:13 വചനങ്ങള് ഉറച്ചു വിശ്വസിച്ച് ഏത് പ്രതിസന്ധിയിലൂടെയാണോ, എത്ര ഞെരുക്കങ്ങളിലൂടെയാണോ, എത്ര കഷ്ടപ്പാടുകളിലൂടെയാണോ, എത്ര പ്രയാസങ്ങളിലൂടെയാണോ, എത്ര അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോകുന്നത്, ആ പ്രതിസന്ധികളിലും ആ ഞെരുക്കങ്ങളിലും ആ